ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 5. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത് കണ്ണ് നിനക്ക് പാപഹേതു ആകുന്നുവെങ്കിൽ അത് ചൂഴ്ന്ന് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. വലത് കരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ഹൃദയ വിശുദ്ധിയുടെ ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷം നമ്മെ നയിക്കുന്നത് ദൈവകൽപ്പനയുടെ 6ാം പ്രമാണത്തിലേക്കാണ്. ഏറ്റവും ഗൗരവകരമായ പാപകരമായ അനുഭവത്തെയാണ് 6ാം പ്രമാണ ലംഘനം എന്ന് വിളിക്കുക. ഒരു വ്യക്തി ശാരീരികമായി ചെയ്യുന്ന തെറ്റ് മാത്രമല്ല, മനസ്സിലും ഹൃദയത്തിലും ചെയ്യുന്ന തെറ്റും തെറ്റാണെന്നും പാപമാണെന്നും ക്രിസ്തു പഠിപ്പിക്കുന്നു. പഴയ നിയമ ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഹൃദയ വിചാര വികാരങ്ങളെ ദൈവം മാനിക്കുന്നുവെന്ന് ക്രിസ്തു പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൽ, മനസ്സിൽ, ചിന്തയിൽ, വികാരങ്ങളിൽ നീ വിശുദ്ധി പ്രാപിച്ചവനാകണം. എല്ലാ പാപത്തിന്റെയും തുറന്നിട്ട വാതിലാണ് കണ്ണ്. കണ്ണ് വിശുദ്ധമാണെങ്കിൽ ശരീരം നിർമ്മലമായിരിക്കും. കണ്ണ് അശുദ്ധമെങ്കിൽ, അഥവാ നമ്മുടെ കാഴ്ചപ്പാടുകൾ നിർമ്മലമല്ലെങ്കിൽ, ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. കണ്ണിന്റെ നിയന്ത്രണം നമ്മെ എത്തിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്, നന്മയിലേക്കാണ്, പരിശുദ്ധിയിലേക്കാണ്. നമ്മുടെ നോട്ടങ്ങൾ, ദർശനങ്ങൾ വിശുദ്ധമല്ലെങ്കിൽ ജീവിതം തന്നെ അശുദ്ധിയിലേക്ക് വീണു പോവുകയും പാപത്തിൽ നിബന്ധിക്കുകയും ചെയ്യും. ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ണ് പാപഹേതുവാകുന്നുവെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക എന്നാ പറയുക. എത്രമാത്രം ഗൗരവമാണ് അത് നൽകപ്പെടുന്നു എന്നതാണ്. നിന്റെ കണ്ണ് നിനക്ക് നഷ്ടപ്പെടുന്നത് പോലെ, വലത് കൈ നിനക്ക് നഷ്ടപ്പെടുന്നത് പോലെ, നിന്റെ പാദം നിനക്ക് നഷ്ടപ്പെടുന്നത് പോലെ ഗൗരവമുള്ളതാണ് പാപം എന്നത്. പൂർണ്ണമായ ബോധ്യത്തോടെ, പൂർണ്ണമായ മനസ്സോടെ പാപ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകാതിരിക്കുവാനും ക്രിസ്തു ഈ പ്രമാണത്തിലൂടെ നമ്മെ താക്കീത് ചെയ്യുകയാണ്. ശുദ്ധത കാത്തുപാലിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി ഈ ഭൂമിയിൽ നിർമ്മലതയുള്ള വ്യക്തിയായി മാറുക. ഒരു വ്യക്തിയിൽ എത്ര തന്നെ നന്മയുണ്ടെങ്കിലും, എത്ര തന്നെ സൽപ്രവൃത്തികൾ ആ വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിലും, ഹൃദയശുദ്ധിയില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. കൊച്ചുകുഞ്ഞിന്റെ നിർമ്മല മനസ്സാക്ഷിയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ക്രിസ്തു വിഭാവന ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സും മനോഭാവവും മാറ്റം വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു. നാം കാണുന്ന കാഴ്ചപ്പാടുകൾക്കും നമ്മുടെ ദർശനങ്ങൾക്കും
വിശുദ്ധി കൂടിയേ തീരൂ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം. നമ്മുടെ മനസ്സും ശരീരവും നിർമ്മലമാകുമ്പോൾ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും വിശുദ്ധവും ദൈവഹിതപ്രകാരവും ആയിത്തീരും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാഴ്ചകൾ അശുദ്ധമാകുന്നത് കൊണ്ടാണ് മാരകമായ തിന്മകളും പാപവും സംഭവിക്കുക. സോഷ്യൽ മീഡിയ എന്ന ഈ തുറന്നിട്ട ജാലകത്തിലൂടെ ലോകത്തിന്റെ എല്ലാ മായ കാഴ്ചകളും തിന്മയും അശുദ്ധിയും സ്വതന്ത്രമായി മനുഷ്യർ കാണുമ്പോൾ അതിലൂടെ വന്നു പോകുന്ന തിന്മ എത്രയോ ഗൗരവകരമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ, നമ്മുടെ യുവജന സമൂഹത്തെ, നമ്മുടെ ദേശത്തെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുവാനുള്ള മാർഗം എന്നത് നമ്മുടെ കാഴ്ചകൾ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. നമ്മുടെ ദർശനം വിശുദ്ധമെങ്കിൽ ജീവിതവും നിർമ്മലമായിരിക്കും. ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെ തിന്മ നിറഞ്ഞ മനസ്സോടുകൂടി നോക്കുമ്പോൾ ഹൃദയത്തിൽ പാപം ചെയ്യുന്നുവെന്ന് യേശു പറയുമ്പോൾ, നോക്കൂ, നമ്മുടെ ഹൃദയങ്ങൾ കാണുന്ന ദൈവത്തിന്റെ തിരുമുമ്പിൽ നമ്മൾ നിർമ്മലരായിരിക്കണം എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ദർശനങ്ങൾ വിശുദ്ധമാകുവാൻ, സ്പർശനങ്ങൾ നിർമ്മലമാകാൻ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ദൈവ തിരുമനസ്സിന് വിധേയപ്പെട്ടതാകാൻ, അങ്ങനെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നിറഞ്ഞ ദൈവ പൈതലായി തീരാൻ നമ്മെ എല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഇവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ.